സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ വീടിനടുത്തുള്ള ചാലിൽ 3 ചേട്ടന്മാർ കുത്തോല വെച്ച് മീൻ പിടിക്കുകയാണ്. നമ്മൾ രാവിലെ കാസ്റ്റിങ്ങിന് വന്നതാണ്. അപ്പോൾ ഇവരുടെ വിശേഷമാണ് ഇന്നത്തത്. ഇവർക്ക് ഇന്ന് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു മാന്താപ്പ് ഐറ്റം കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടുപോകണം. വരാലോ ചെറുമീനോ ഒന്നുമല്ല, നല്ല ഏമണ്ടൻ ഒരു 7 കിലോ എടുത്ത് വരുന്നൊരു സാധനമാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അവർ ലോങ്ങിൽ വല കുത്തി വെച്ചിട്ടുണ്ട്. ഇവരിവിടെ നിന്ന് അടിച്ചാനൊക്കെയാണ്. അപ്പം മീൻ കിട്ടുന്ന വിഷ്വലുകളാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ മാക്സിമം ഇടിച്ചാനേക്ക് വലയുടെ തൊട്ടടുത്ത് വരെ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പോൾ ചെയ്യുന്ന കുത്തുവലക്കാർ മൊത്തം പേരും ഫ്രണ്ട് വലയ്ക്കായിരുന്നു പണ്ട് അനക്കി ചെന്ന് പൊക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, പുറവ് വലയും കൂടെ വെക്കും. കാരണം മീൻ ഇപ്പോൾ വല കണ്ട് തിരിച്ചു പോരാൻ തുടങ്ങിയിട്ടുണ്ട്, ബുദ്ധി വെച്ചിട്ടുണ്ട് മീൻ. അപ്പോൾ അതുകൊണ്ട് അവർ പുറവ് വലയും കൂടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് വെച്ചിരിക്കുന്ന വലയുടെ ലെങ്ത് എന്ന് പറയുന്നത് 2 മാറാണ്. ഈ ഇടയ്ക്ക് ഒരു വല വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ളതിന് അത്യാവശ്യം ഉള്ളുള്ള മോഡലാണ്. ഒരു വലയിലാണ് ചവറിട്ടിരിക്കുന്നത്. അതായത് ഈ വലയിലാണ് ചവറിട്ടിരിക്കുന്നത്. വലയിലൊക്കെ മീൻ ചാടി തുടങ്ങിയിട്ടുണ്ട്. അവർ പുറവ് വല സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഒരു പുറവ് വലയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് വന്നത് തപ്പി നോക്കിയപ്പോൾ ഒരു വരാൽ കിട്ടി. വരാലിനെ പിടിച്ച് ബക്കറ്റ് കിട്ടില്ല, കലത്തിലിട്ടില്ല. അവിടെ നിന്ന് ഒറ്റ ചാട്ടമാണ് വരാൽ. അത് മിസ്സായി. അത് എന്തായാലും അവരുടെ വലയിൽ തന്നെ കാണും. അപ്പോൾ അവരങ്ങനെ തപ്പി കയറി വരുവാണ്. വലയിൽ അത്യാവശ്യം മീൻ ചാടുന്നുണ്ട്, നല്ല ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. ചവറ് വെച്ചിരിക്കുന്ന വലയിൽ അത്യാവശ്യം മീൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തപ്പി കാരി ചെയ്യുന്നുണ്ട്. ഇതുപോലെ കാരിയും അതുപോലെ തന്നെ വരാലൊക്കെ അവർക്ക് കിട്ടുന്നത്. ഈ ചേട്ടനിപ്പോൾ ഒരു വരാലിനെ തപ്പിയെടുത്താണ് ഇതേ കൊല്ലിക്കകത്തിട്ട് ഇടുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ചധികം മീൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ ആ വല പൊക്കി, അതായത് ഫ്രണ്ട് വല അടുത്ത് വന്നു വല പൊക്കി. അങ്ങനെ ഫ്രണ്ട് വല പൊക്കി ഒതുക്കി മടക്കി വെച്ചതിന് ശേഷം പുറകിലോട്ട് അവർ തപ്പി പുറകു വല ഒറ്റയടിക്കാനെ പൊക്കുവാണ് ചെയ്തത്. സ്പീഡിൽ തന്നെ വന്ന് അനക്കി തിരിച്ചു വന്ന് പൊക്കുവാണ് ചെയ്തത്. അപ്പോൾ മാക്സിമം മീൻ അവർക്ക് പുറകു വലയിലാണ്. കാരണം ഇത് പുറകു വല വെച്ചുള്ള ഗുണം ഇതാണ്. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ഇരിക്കാതെയും ചവറിൽ ഒതുങ്ങാത്ത മീൻ തിരിച്ച് അതേ വല കണ്ട് തിരിച്ചു വിടും. അപ്പോൾ ഇതുപോലുള്ള പുറകുവല വെക്കുമ്പോൾ അതെല്ലാം പെടുന്നതായിരിക്കും. അവർക്ക് അത്യാവശ്യം പിന്നെ പുറകുവലൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ പോലെ ഒരു 7-8 കിലോ വരാൽ തന്നെ അതിലുണ്ട്. നമുക്ക് നല്ലപോലെ തന്നെ ആക്ടിവിറ്റി കാണാം, നല്ല ചാട്ടമുണ്ട്. നമുക്ക് ഇച്ചിരി ലോങ് ആയിപ്പോയി, നമുക്ക് അപ്പുറത്തോട്ട് പോകാനും മാർഗ്ഗം ഇല്ലാതായിപ്പോയി. അപ്പോൾ അതിൻ്റെ അകത്ത് പുള്ളി ഇങ്ങോട്ട് തിരിച്ച് പറഞ്ഞാൽ സക്കറും ഉണ്ടെന്ന് പറഞ്ഞ് അവർക്ക് ആവശ്യമുള്ള മീൻ എടുത്തിട്ട് ഒരു ചെറുമീൻ പോലും കരക്കിടാതെ എല്ലാത്തിനും തിരിച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇവരുടെ ഒരു കണ്ടൊരു ക്വാളിറ്റി അതാണ്. അതായത് ഒരു മീനെയും കൊന്നു കളഞ്ഞിട്ടില്ല. ചില ആൾക്കാർ കുത്തുവല വെച്ച് ആ പാടത്ത് തന്നെ കളഞ്ഞ് അവിടെ തന്നെ അതിനെ കൊന്നു കളയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അവരെ പുറകുവലയൊക്കെ പിടിച്ച് ആവശ്യമുള്ള മീനൊക്കെ പെറുക്കി ബാക്കിയുള്ള മീൻ കളഞ്ഞിട്ട് ബാക്കി ഇതേ വന്ന് ഫ്രണ്ട് വല പിടിച്ച് കണ്ടോ. ഫ്രണ്ട് വലയിൽ വളരെ മീൻ കുറവാണ്. അതായത് എല്ലാവർക്കും ഫ്രണ്ട് വലയിലാണ് മീൻ കിട്ടുന്നതെങ്കിൽ ഇവർ പുറകുവല വെച്ചുകൊണ്ട് ആ പുറകുവലയിലാണ് മീൻ കിട്ടിയത്. അപ്പോൾ ഈ വലയിലല്ല നമുക്ക് ആ പറയുന്ന വലിയ ഐറ്റം മീൻ കിട്ടിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഒരു വല വെക്കും. ഇതേ സെയിം മെത്തേഡിൽ തന്നെ ഒരു വലയും കൂടി ഒരു വെക്കും. അപ്പോഴാണ് അവർക്ക് ആ മാന്താപ്പ് ഐറ്റം കിട്ടുന്നത്. ഞാൻ ആ വീഡിയോ എടുത്തില്ല, പുറകിൽ പിന്നെ അനക്കുന്ന എടുത്തില്ല. ദേ കിടക്കുന്നത് വാല് കണ്ട എൻ്റെ. അപ്പോൾ ഈ വീഡിയോ ഇച്ചിരി ലെങ്ത് ആയിപ്പോയി. പിന്നെ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം വരാൽ 1 കിലോ ടൈപ്പ് അത്യാവശ്യം വരാലുണ്ട്. അപ്പം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലാണ് കൃത്യമായിട്ട് നമ്മളവനെ കാണിക്കുന്നത്. എന്തായാലും സ്കിപ്പ് ചെയ്യാതെ അതും കൂടെ ഒന്ന് കണ്ടിട്ട് പോവുക. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പോവുക. ഇതുപോലുള്ള നല്ല വീഡിയോ ഇനിയും കാണാം. സെക്കൻഡ് പാർട്ട് കാണാൻ മറക്കരുത്. ബൈ.